ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, വെബ്കോ, BFA എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ 10th പ്രിലിംസ് ഒന്നാം ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടക്കാര് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓഗസ്റ്റ് 1-നല്ലേ അടുത്ത ഘട്ടം നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പയ്യെ ക്ലാസ്സിലേക്ക് പോയാലോ. നമ്മൾ 2025 കറണ്ട് അഫയേഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങൾ നമ്മൾ ചെയ്തു. ഇപ്പോൾ ഓഗസ്റ്റ് ആണ്, ജൂലൈ മാസം വരെ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാം. 2025 പ്രൊഫസർ MS സ്വാമിനാഥൻ ഭക്ഷ്യ സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ അഡമോള അഡലിനാണ് കേട്ടോ. അഡമോള അഡലിനാണ്. അഡല്ല കേട്ടോ, അഡമോള അഡല്ല, അഡമോള അഡല്ലയാണ്, അഡല്ല. ഓക്കെ, അപ്പോ MS സ്വാമിനാഥൻ പ്രഥമ ഭക്ഷ്യ സമാധാന പുരസ്കാരമാണ് കിട്ടിയത് പ്രൊഫസർ അഡമോള അഡല്ല. നമുക്കറിയാം MS സ്വാമിനാഥനെ കുറിച്ച് അല്ലെ, നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. ഓക്കെ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പുരസ്കാരമാണ് പ്രൊഫസർ MS സ്വാമിനാഥൻ ഭക്ഷ്യ സമാധാന പുരസ്കാരം. ആദ്യമായിട്ട് ലഭിച്ച വ്യക്തിയാണ്. നൈജീരിയൻ സയന്റിസ്റ്റ് ആണ് കേട്ടോ അദ്ദേഹം. ആരാണ്? തെളിയുന്നില്ലല്ലേ. നൈജീരിയൻ സയന്റിസ്റ്റ് ആണ് പ്രൊഫസർ അഡമോള അഡല്ല എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് എവിടെയാണ് നിലവിൽ വരുന്നത്? മുംബൈയിലാണ് കേട്ടോ, മുംബൈയിലാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് നിലവിൽ വരുന്നത് മുംബൈയിലാണ്. അടുത്ത് നോക്കിക്കേ, ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി ഡ്രോൺ തുറമുഖം ഏതാ? ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി ഡ്രോൺ തുറമുഖമാണ് കാൺല എന്ന് പറയുന്നത്, ഗുജറാത്തിലെ കാൺല. നമുക്കറിയാം ഏറ്റവും ആദ്യത്തെ പ്രകൃതിദത്ത വേലിയേറ്റ തുറമുഖം എന്നും പ്രകൃതിദത്ത തുറമുഖം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? കാൺല തുറമുഖമാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി ഡ്രോൺ തുറമുഖം ദീൻദയാൽ ഉപാധ്യായ എന്നാണ് ഇപ്പൊ അതിന്റെ പുതിയ പേര് അല്ലെ. കാൺല തുറമുഖം, ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന കാൺല തുറമുഖം, ഓർത്തു വെച്ചേക്കണേ. അടുത്തത് 2025 ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഏതാണ്? തുഷാരഗിരിയാണ്. 2025 ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പ് വേദി തുഷാരഗിരി. ഓക്കെ, അടുത്തത് നമ്മൾ യുനെസ്കോയിൽ നിന്ന് പിന്മാറിയ ഒരു രാജ്യമുണ്ട്. 2025 യുനെസ്കോയിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏതാ? അമേരിക്കയാണ്. അമേരിക്കയാണ് യുനെസ്കോയിൽ നിന്ന് പിന്മാറിയ രാജ്യം. 2025 ഓഗസ്റ്റിൽ യുനെസ്കോയിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏതാണ്? USA ആണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേടാ. മികച്ച കൃഷിഭവനുള്ള പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള കൃഷിഭവൻ ഏതാണ്? കുറച്ച് പുരസ്കാരങ്ങളാണ് ഇനി വരുന്നത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ കൃഷിഭവൻ, മികച്ച കൃഷിഭവനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് കൃഷിഭവനാണെന്ന് ചോദിച്ചത് താനാളൂർ എന്ന് പറയുന്ന കൃഷിഭവനാണ്. ഏതാണ്? താനാളൂർ കൃഷിഭവനാണ്. ഓക്കെ, അപ്പൊ മികച്ച കൃഷിഭവനുള്ള പുരസ്കാരത്തിന് അർഹമായ കൃഷിഭവൻ ഏതാണ്? താനാളൂർ ആണ് കേട്ടോ. അടുത്തത് 2027 മാൾട്ടയിൽ എന്ത് നടക്കുന്നുണ്ട്? കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 74 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. അപ്പോ 2027 മാൾട്ടയിൽ നടക്കുന്ന കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയത്? 74 ആണ്. ഓക്കെ, അടുത്ത ഒരു പുരസ്കാരമാണ് കേരകേസരി പുരസ്കാരം. 2025 ലഭിച്ചത് ആർക്കാ? N മഹേഷ് കുമാറിനാണ്. കേരകേസരി പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? N മഹേഷ് കുമാറിനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു വയ്ക്കുക. മികച്ച ജൈവ കർഷക അവാർഡ് എന്താണ്? മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? റംലത്ത് അൽഹാദിനാണ്. എന്താണ്? മികച്ച ജൈവ കർഷക അവാർഡ് ലഭിച്ചത് റംലത്ത് അൽഹാദ്. N മഹേഷ് കുമാറിന് ലഭിച്ചത് കേരകേസരി ആണെങ്കിൽ റംലത്ത് അൽഹാദിന് ലഭിച്ചത് മികച്ച ജൈവ കർഷക അവാർഡാണ്. ഓക്കെ, ദെൻ കർഷക ജ്യോതി പുരസ്കാരം. കർഷക ജ്യോതി പുരസ്കാരം 2025 NS മിഥുനാണ് ലഭിച്ചത്. കർഷക ജ്യോതി 2025 കിട്ടിയത് NS മിഥുനാണ്. യുവ കർഷക പുരസ്കാരം മോനു വർഗീസ് മാമൻ. ഓക്കെ, യുവ കർഷക പുരസ്കാരം മോനു വർഗീസ് മാമൻ. ഹരിതമിത്ര പുരസ്കാരം ലഭിച്ചത് R ശിവദാസൻ. എല്ലാം 2025 കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട അവാർഡുകളാണ്. ഒന്നുകൂടെ നോക്കാം. കേരകേസരി N മഹേഷ് കുമാർ, മികച്ച ജൈവ കർഷക അവാർഡ് റംലത്ത് അൽഹാദ്, കർഷക ജ്യോതി NS മിഥുൻ, യുവ കർഷക പുരസ്കാരം മോനു വർഗീസ് മാമൻ, ഹരിതമിത്ര പുരസ്കാരം R ശിവദാസൻ. അടുത്തത് കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡറിനുള്ള അവാർഡ് ലഭിച്ചത് എന്താണ്? കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡറിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? വിനോദിനി. ആരാണ്? വിനോദിനിക്കാണ്. ഇനി ഭിന്നശേഷി കർഷകനുള്ള അവാർഡ് നമ്മൾ ട്രാൻസ്ജെൻഡർ പറഞ്ഞു. ഇനി
ഭിന്നശേഷി കർഷകനുള്ള അവാർഡ് ഉണ്ട്, അത് ലഭിച്ചത് വർഗീസ് തോമസിനാണ്. ഭിന്നശേഷി കർഷകനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? വർഗീസ് തോമസിനാണ്. അടുത്ത പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ ഫെസ്റ്റിവൽ ഭാഗ്യചിഹ്നം ഏതാണ്? 2025 പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ ഫെസ്റ്റിവലില് ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഹിമാലയൻ കിങ്ഫിഷർ ആണ്. ഏതാണ്? ഹിമാലയൻ കിങ്ഫിഷർ ആണ്. അടുത്തത് ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്താണ്? ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ബോധന ശിവാനന്ദൻ. ആരാണ്? ബോധന ശിവാനന്ദൻ. ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ബോധന ശിവാനന്ദൻ. ഓക്കെ. അടുത്ത തമിഴ്നാട് സർക്കാരിന്റെ APJ അബ്ദുൽ കലാം പുരസ്കാരത്തിന് അർഹനായത് തമിഴ്നാട് സർക്കാരിന്റെ ഒരു പുരസ്കാരമാണ് APJ അബ്ദുൽ കലാം പുരസ്കാരം. അത് ലഭിച്ചത് ആർക്കാണ്? വി നാരായണനാണ്. ആരാണ്? വി നാരായൺ. തമിഴ്നാട് സർക്കാരിന്റെ APJ അബ്ദുൽ കലാം പുരസ്കാരത്തിന് അർഹനായത് വി നാരായണാണ്. ദെൻ മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ വനിതകൾക്ക് ഈ ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ട്. അത് ഏതാണ്? സമുന്നതി ഈ യാത്ര. എന്താണ്? സമുന്നതി ഈ യാത്ര. എന്താണ് പദ്ധതി? മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്ക വിഭാഗത്തിലുള്ള വനിതകൾക്ക് ഈ ഓട്ടോറിക്ഷ ലഭ്യമാക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഏത്? സമുന്നതി ഈ യാത്ര എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ആദ്യം പോലെ ഒന്നുകൂടെ നോക്കിക്കേ. ആദ്യം നമ്മൾ പഠിച്ച ഒരു അവാർഡാണ് പ്രൊഫസർ MS സ്വാമിനാഥൻ ഭക്ഷ്യ സമാധാന പുരസ്കാരം അല്ലെ? ആർക്കാ ലഭിച്ചത്? പ്രൊഫസർ അഡമോള അഡല്ലയ്ക്കാണ്. നൈജീരിയൻ സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ് നിലവിൽ വരുന്നത് മുംബൈയിലാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി ഡ്രോൺ തുറമുഖം ഏതാണ്? കാൺല തുറമുഖമാണ്. 2025 ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി തുഷാരഗിരിയാണ്. ഇതിന് യുനെസ്കോയിൽ നിന്ന് പിന്മാറിയ രാജ്യം 2025 യുനെസ്കോയിൽ നിന്ന് പിന്മാറിയത് USA ആണ്. മികച്ച കൃഷിഭവനുള്ള പുരസ്കാരത്തിന് അർഹമായ കൃഷിഭവൻ ഏതാണ്? താനാളൂർ ആണ്. 2027 മാൾട്ടയിൽ നടക്കുന്ന കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 74 ആണ്. ദെൻ കേരകേസരി പുരസ്കാരം N മഹേഷ് കുമാർ. ഇനി മികച്ച ജൈവ കർഷക അവാർഡ് ലഭിച്ചത് റംലത്ത് അൽഹാദിനാണ്. കർഷക ജ്യോതി പുരസ്കാരം NS മിഥുൻ ലഭിച്ചു. ദെൻ യുവ കർഷക പുരസ്കാരം മോനു വർഗീസ് മാമൻ. ഹരിതമിത്ര പുരസ്കാരം R ശിവദാസിന് ലഭിച്ചു. ഇനി കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡറിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? വിനോദിനിക്കാണ്. ദെൻ ഭിന്നശേഷി കർഷകനുള്ള അവാർഡ് ലഭിച്ചത് വർഗീസ് തോമസിനാണ്. ദെൻ പ്രഥമ ഖേലോ ഇന്ത്യ 2025 പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഹിമാലയൻ കിങ്ഫിഷർ ആണ്. ഏതാണ്? ഹിമാലയൻ കിങ്ഫിഷർ ആണ്. ഗ്രാൻഡ് മാസ്റ്ററെ പരാജയപ്പെടുത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ബോധന ശിവാനന്ദൻ. കേട്ടോ, ബോധന ശിവാനന്ദനാണ്. തമിഴ്നാട് സർക്കാരിന്റെ APJ അബ്ദുൽ കലാം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വി നാരായണനാണ്. ദെൻ അടുത്ത ഒരു ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞൊരു പദ്ധതിയെ കുറിച്ചാ. എന്ത് പദ്ധതിയാണത്? മുന്നോക്ക വിഭാഗത്തില് സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് ഈ ഓട്ടോറിക്ഷ വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? സമുന്നതി ഈ യാത്ര. ഏതാ? സമുന്നതി ഈ യാത്ര. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പൊ ക്ലാസ്സുകൾ എല്ലാം കണ്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക, കമന്റ് ചെയ്യുക, ഓക്കെ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.